കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയുടെ ആഘാതം അല്പമെങ്കിലും കുറയാൻ കാരണമായത് എൽനിനോ പ്രതിഭാസമാണ്. എൽനിനോ കാരണം ഇത്തവണ കാലവർഷം കുറഞ്ഞതിനാൽ ഡാമുകളിൽ അധികമായി വെള്ളം നിറഞ്ഞിരുന്നില്ല. ഇത് വൻ പ്രളയമുണ്ടാകുന്നതിനെ ഒഴിവാക്കിയെന്ന് തന്നെ പറയാം. കൃത്യമായി മൺസൂൺ ലഭിച്ചിരുന്നെങ്കിൽ ഓഗസ്റ്റ് 1 പുലർച്ചെയുണ്ടായ മിന്നൽ പ്രളയത്തിന്റെ ആഘാതത്തിനൊപ്പം മറ്റൊരു മഹാപ്രളയം ഉണ്ടാകുമായിരുന്നു. പ്രധാന ജലവൈദ്യുത പദ്ധതിയുള്ള ഇടുക്കിയിൽ 1697 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടടുത്ത് 893 മില്ലിമീറ്റർ മാത്രമാണ് കിട്ടിയത്. അതായത് 48% മഴക്കുറവ്. സംസ്ഥാനത്തെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയായ ശബരിഗിരി സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിൽ 1011 മില്ലിമീറ്റർ വേണ്ടിടത്ത് 919 മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത്. ഇടുക്കിയിൽ ഒറ്റ ദിവസം കൊണ്ട് 36.33 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് കൂടിയതെങ്കിലും നേരത്തെ മഴ കുറഞ്ഞത് ആശ്വാസമായി. 2018 പ്രളയകാലത്ത് നാശം അധികമായത് ഇടുക്കി ഡാം തുറക്കേണ്ടി വന്നതുകൊണ്ടും കൂടിയാണ്. അതിനാൽ ഇത്തവണ വലിയ ഡാമുകളിൽ ശേഷിയുള്ള പാതി പോലും ജലം എത്തിയിട്ടില്ലെന്നത് ആശ്വാസമാണ്. മലങ്കര ഡാമിലും കക്കി ഡാമിലും പമ്പ ഡാമിലും പീച്ചി ഡാമിലും ഇടമലയാറിലുമെല്ലാം കനത്ത നീരൊഴുക്ക് ഉണ്ടെങ്കിലും ഡാമുകൾക്ക് കൂടുതൽ വെള്ളം താങ്ങാൻ ശേഷിയുണ്ട്. അതോടൊപ്പം മൺസൂൺ ശക്തിപ്പെടാത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഗ്രഹമായി. ഈ വർഷത്തെ മൺസൂൺ കാലയളവിൽ ഇതുവരെ 938.9 മില്ലിമീറ്റർ മഴ മാത്രമാണ് കിട്ടിയത്. സാധാരണ 1409.6 മില്ലിമീറ്റർ കിട്ടേണ്ടതിനാൽ ഇത്തവണ കുറവ് 33%. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.